ദ സോങ് ഓഫ് സോങ്സ്. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത് സോങ് ഓഫ് സോങ്സ്, അതായത് പാട്ടിന്റെ പാട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഹൂ റോട്ട് ദിസ്? ആരാ എഴുതിയേ? സ്വപ്ന ദത്ത എന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും ദത്ത എന്ന് വായിച്ചാൽ മതി കേട്ടോ. അതൊരു നോർത്ത് ഇന്ത്യൻ നെയിമാണ്, അതുകൊണ്ടാണ് ഈ ദത്ത ഇതൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ certain stories help us learn some important lessons in our life. Here is one such story. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല ഇമ്പോർട്ടൻറ്റ് ലെസൺസും മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റോറീസ് ആണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓരോ സെന്റൻസ് വെച്ച് നിങ്ങൾ ആരെങ്കിലും വായിക്കുക, ഞാൻ അതിന്റെ മീനിങ് പറയും. അതായത് ഓരോ പാരഗ്രാഫ് വെച്ച് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവും. ഇത് ഞാനത് പറഞ്ഞു തരുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ആരാദ്യം തുടങ്ങും? ആരാദ്യം തുടങ്ങുന്നേ? തുടങ്ങിക്കോ. The Song of Songs. Slowly, gently, the exhausted musician laid the tambura on the carpet. The exquisite strains of Raga Darbari. ഓരോ സെന്റൻസ് വെച്ച് പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ആണ് slowly, gently, the exhausted musician laid his tambura on the carpet. അതായത് സ്ലോലി, പതുക്കെ, സൂക്ഷ്മതയോടുകൂടി, ജെന്റ്ലി, നല്ല മാന്യതയോടുകൂടെ, the exhausted musician, അതായത് ക്ഷീണിതനായ ഒരു മ്യൂസീഷ്യൻ, laid his tambura, laid താഴെ വയ്ക്കുക, തമ്പുര on the, തമ്പുര എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. തമ്പുര എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അത് കാർപ്പറ്റിൽ വെച്ചു. കാർപ്പറ്റിൽ എന്ന് വെച്ചാൽ തറയിൽ, നമ്മുടെ ഇതുണ്ടല്ലോ ഈ പരവതാനിയിൽ വെച്ചു. അടുത്ത പരവതാനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തറയിലൊക്കെ വിരിച്ചിരിക്കത്തില്ലേ, നമ്മുടെ ഒരു മാറ്റ് പോലെ. നോർമലി ചുവപ്പ് കളറൊക്കെ, ചുവപ്പായിരിക്കും ഒരു കോമൺ കളർ എന്ന് പറയുന്നത്. പിന്നെ പല കളറും ഉണ്ട്. അടുത്ത ഓരോ സെന്റൻസ് വെച്ച് വായിച്ചാൽ മതി. The exquisite strains of Rag Darbari still vibrated within the hall. Okay. The exquisite strains of Rag Darbari still vibrated within the hall. അതായത് exquisite strains of Rag, അതായത് ആ രാഗം, ഇപ്പോൾ അയാൾ അത് വായിച്ചു കഴിഞ്ഞു, അത് ആ ഒരു മ്യൂസിക് അവിടെ വായിച്ചു കഴിഞ്ഞിരുന്നു, എന്നാലും അതിന്റെ ആ ഒരു താളം, ഇത് ഈ ദർബാരി എന്ന് പറയുന്ന ഒരു രാഗമാണ്, ഒരു മ്യൂസിക്കിലെ ഒരു രാഗമാണ് ഈ ദർബാരി എന്ന് പറയുന്നത്. അപ്പൊ ഈ ദർബാരി രാഗത്തിന്റെ ആ ഒരു മുഴക്കം, എക്സ്ക്വിസിറ്റ് സ്ട്രെയിൻസ്, അതായത് ആ ഒരു മുഴക്കം അവിടെ ഉണ്ടായിരുന്നു. സ്റ്റിൽ വൈബ്രേറ്റഡ്, അവിടെ ആ ഒരു ഹോളില് മുഴങ്ങിക്കൊണ്ടേ ഇരുന്നു. അടുത്ത The Emperor Akbar looked up, his eyes lit with admiration. അതായത് അപ്പോൾ എംപറർ അക്ബർ രാജാവ് ലുക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കി. എവിടെയാ? ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ, അതായത് ഈ നമ്മുടെ ഈ അക്ബർ ചക്രവർത്തിയുടെ കണ്ണുകൾ ആരാധനയോട് കൂടി, അഡ്മിറേഷൻ, ആരാധന തോന്നുക, അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള ആ ഒരു നോട്ടം നോക്കുക, അങ്ങനെ നോക്കുന്നത് കണ്ടു. ആര്? നമ്മുടെ അക്ബർ ചക്രവർത്തി. അടുത്തത് Wonderful, he said. Super. I listen to you every day, but I can't seem to have enough. ഓക്കെ, വണ്ടർഫുൾ, അതിശയകരമായിരിക്കുന്നു, അതിമനോഹരം. ഇറ്റ്സ് സൂപ്പർ, അതായത് ഭയങ്കര, വളരെ നന്നായിട്ടുണ്ട്, നമ്മൾ സൂപ്പർ ആയിരിക്കുന്നു. ഐ ലിസൺ ടു യു എവറി ഡേ, ഞാന് താങ്കളുടെ സംഗീതം ദിവസവും ശ്രവിക്കുന്നുണ്ടെങ്കിലും,
ബട്ട് ഐ കാൺട്ട് സീം ടു ഹാവ് ഇനഫ്. എനിക്കിത് മതിയാവുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഡെയിലി താങ്കളുടെ ഈ ഒരു സംഗീതം കേൾക്കുന്നു, പക്ഷെ എന്നാലും എനിക്കത് കേട്ടിട്ടും എനിക്കത് മതിയാവുന്നില്ല. അപ്പൊ അത്രയ്ക്ക് വളരെ നല്ല ആ ഒരു മ്യൂസിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഓക്കെ. Sanson. The musician bowed in a silent gratitude. ടാൻസൺ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു അത്. ബൗഡ് ഇൻ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ബൗഡ് അതായത് തല കുനിക്കുക, തല കുമ്പിടുക, തല കുമ്പിട്ട് സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ ഒരു എന്താ പറയാ നന്ദിപൂർവ്വം, ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിപൂർവ്വം തല കുനിക്കുകയായിരുന്നു. ആരാ? നമ്മുടെ ടാൻസൺ എന്ന് പറയുന്ന. മൈക്ക് ഓൺ ആണ്. അതാ ഞാൻ നോക്കുന്നത് ആരുടെ മൈക്കാണെന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പൊ പറഞ്ഞു. ആദിത്യ പറഞ്ഞു. I think you have the one. സിയാൻ പറഞ്ഞു. Correct. പറഞ്ഞു. I think you have the most wonderful voice in the world, said Akbar. ഓക്കെ, അപ്പോ അക്ബർ പറയാണ്, ഇപ്പൊ ഇതെല്ലാം കണ്ട് ശ്രമിച്ചിരിക്കുകയാണ്, പുള്ളിക്കാരൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പറയാണ്, ഐ തിങ്ക് യു ഹാവ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾക്കാണ് ഏറ്റവും നല്ല വോയിസ് ഉള്ള അല്ലെങ്കിൽ ശബ്ദമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അക്ബർ പറഞ്ഞു. ഓക്കെ, അടുത്ത. But I don't, Shahanshah, said Tansan with a smile. There is someone who sings far better than I do. ഓക്കെ, അപ്പോ നമ്മുടെ മ്യൂസീഷ്യൻ ടാൻസൺ പറയുകയാണ്, ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ. ഷഹൻഷാ എന്ന് പറഞ്ഞാൽ രാജാവിനെ വിളിക്കുകയാണ്. ഷഹൻഷാ, ഞാനല്ല ഇത് ഇത്രയും നന്നായിട്ട് പാടുന്നത്. വിത്ത് എ സ്മൈൽ, അദ്ദേഹം ഒരു ചിരിയോടുകൂടെ, ഒരു പുഞ്ചിരിയോടെ പറയാണ്, there is someone who sings far better than I do. ഞാൻ പാടുന്നതിലും വളരെ നന്നായിട്ട് പാടുന്ന ഒരാള് ഉണ്ട്. ഓക്കെ, ബാക്കി അടുത്ത ആള് വേറൊരാള് വായിച്ചേ. ആരാ വായിക്ക? ഞാൻ വായിക്കട്ടാ? വായിച്ചു. Really, cried the disbelieving Akbar. അപ്പോ ഓക്കെ മതി. അപ്പോ അത് പറയാണ്, റിയലി ചോദിക്കുകയാണ്, റിയലി അങ്ങനെ ഒരാളുണ്ടോ? ക്രൈഡ് ദ ഡിസ്ബിലീവിങ് അക്ബർ. ക്രൈഡ് എന്ന് പറയുന്നത് ഇവിടെ കരഞ്ഞൊന്നല്ല, അയാളോട് ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കുക, ഡിസ്ബിലീവിങ്, അയാൾ വിശ്വാസം വരാതെ അയാൾ ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ, അടുത്ത്. Then I must have him sing in my court. അങ്ങനെയാണെങ്കിൽ ഈ എന്റെ ഈ കോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു രാജസദസ്, ആ രാജസദസ്സില് അയാളെ കൊണ്ടുവന്ന് പാടിക്കണം. അത് അയാൾ ഇവിടെ വന്ന് പാടണം. Can you arrange it? താങ്കൾക്ക് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? Tanson shook his head. ഷൂക്ക് മീൻസ് തലയാട്ടുക. അപ്പൊ ടാൻസൺ എന്ത് ചെയ്തു? ഇങ്ങനെ ഷൂക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നെഗറ്റീവ് സെൻസ് ആണ്. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് സെൻസ്, അതായത് ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടുക. I am afraid he will not come, sire. ഞാൻ അതിശയിച്ചു പോവുകയാണ്. എനിക്ക് ഇവിടെ അദ്ദേഹം ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം. അഫ്രൈഡ് എന്ന് വെച്ചാൽ അതൊരു ടേം ആണ് കേട്ടോ. ആ ഒരു ഫ്രേസ് നിങ്ങൾക്ക് ഇപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഐ ആം അഫ്രൈഡ് ഐ മേ നോട്ട് ബി ഏബിൾ ടു ഡു, അല്ലെങ്കിൽ ഐ ആം അഫ്രൈഡ് ഐ കനോട്ട് ഗോ, ഐ ആം അഫ്രൈഡ് ഐ വോണ്ട് ഗെറ്റ് സംതിങ്, അതുപോലെ. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അതുപോലെ ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം. സൈർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു കിങ്ങിനെ റെസ്പെക്റ്റ് ആയിട്ട് വിളിക്കുന്നതാണ്. കിങ്ങിനെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് സൈർ എന്ന് പറയുന്നത്. അതൊരു ഓൾഡ് ഇംഗ്ലീഷ്, നമ്മളിപ്പോ അത് യൂസ് ചെയ്യാറില്ല, ഇപ്പൊ ആ വേർഡ് യൂസ് ചെയ്യാറില്ല. അതൊരു ഓൾഡ് ഇംഗ്ലീഷിൽ വരുന്ന പ്രയോഗമാണ്. ഓക്കെ, അപ്പോ
അദ്ദേഹം ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല, എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഇവിടെ അഫ്രൈഡ് എന്ന് പറയുമ്പോൾ പേടിയെന്നല്ല, എനിക്ക് സംശയമുണ്ട്, അദ്ദേഹം ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഡൗട്ട്ഫുൾ ആയ ഒരു തോട്ടിനെ പറയുക. ഓക്കെ, അടുത്ത. What? Not even if he hears that the emperor himself summoned him. സമ്മൺഡ് മീൻസ് ഓർഡർ ചെയ്യുക. അപ്പോ ഇത് അയാൾ പറയുകയാണ്, ഇത് ചോദിക്കുകയാണ്, ഉടനെ അക്ബർ ചോദിക്കുന്നത് എന്ത്, ഇത് നോട്ട് ഈവൻ ഇഫ് ഹി ഹിയർസ് ദാറ്റ് എംപറർ ഹിംസെൽഫ് സമ്മൺഡ് ഹിം. അപ്പൊ ഒരു എംപറർ, ഒരു രാജാവ് വിളിക്കുന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. ലക്ഷ്മി ഉറക്കം വരുന്നോ? ഓക്കെ, No, not even then. ഓക്കെ. അപ്പൊ പറയാണ്, നമ്മുടെ ടാൻസൺ പറയാണ്, നോ നോട്ട് ഈവൻ ദെൻ, എന്നാലും വരില്ല. ഓക്കെ, അടുത്ത. This reply would have enraged any other emperor. ഓക്കെ, ദിസ് റിപ്ലൈ, ഈ ഒരു മറുപടി കേട്ട് കഴിഞ്ഞാല് enraged മീൻസ് കോപപ്പെടുത്തും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും. ഒരു രാജാവിന് ഇങ്ങനെ, രാജാവാണ് പറയുന്നത്, ഒരാൾ വരണമെന്ന്, അപ്പൊ പറയണില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ രാജാവിന് ഉറപ്പായിട്ടും ദേഷ്യം വരും. അപ്പോൾ ഇവിടെ പറയുന്നത് രാജാവിന് ദേഷ്യം വരേണ്ടതായിരുന്നു. ഏതൊരു എംപററിനായാലും അദ്ദേഹത്തിന്, ഒരു രാജാവിനാണ് ഇത് കേട്ടിരുന്നെങ്കിൽ അത് ഉടനെ ദേഷ്യം വരുമായിരുന്നു. അടുത്ത. But Akbar was different. ബട്ട് അക്ബർ എന്ന് പറയുന്നത്, അക്ബർ രാജാവ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു, വേറൊരു സ്വഭാവത്തിന് ഉടമപ്പെട്ട ഒരു ആളായിരുന്നു. അടുത്ത. Very well, Ustad ji, said Akbar, smiling into Tansen's half-scared eyes. ഓക്കെ, അപ്പൊ വെരി വെൽ ഉസ്താദ് എന്ന് പറയുന്നത്, ഉസ്താദ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇത് എന്താ പറയുന്നത്, ഈ ഇത് പറയത്തില്ലേ, ഈ മ്യൂസീഷ്യൻസിനെ ലൈക്ക് നന്നായിട്ട് പാട്ട് പാടുന്നവരൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഉസ്താദ്. ഇപ്പൊ പല മ്യൂസീഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഉസ്താദ് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉസ്താദ് ജി, അങ്ങനെ ബഹുമാനപൂർവ്വം പറയുകയാണ്, വെരി വെൽ, അങ്ങനെയാണെങ്കിൽ ശരി ഉസ്താദ് ജി, അങ്ങനെയാണെങ്കിൽ ശരി, സെഡ് അക്ബർ, സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കേർഡ് ഐസ്. അപ്പോ അദ്ദേഹം എന്ന് പറയുന്നത്, ഈ ടാൻസൺ ഇത് പറഞ്ഞത് പേടിയോടുകൂടെയാണ് പറഞ്ഞത്. കാര്യം രാജാവിന്റെ അടുത്തല്ലേ പറയുന്നത്, രാജാവ് ചിലപ്പോ ഈ മറുപടി കേട്ടിട്ട് ഇയാളെ കൊല്ലാൻ വിധിച്ചാലോ. അപ്പൊ അങ്ങനെ പല തോട്ടും ഉണ്ടാവും. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ഇത് അയാളുടെ ഈ ഹാഫ് സ്കേർഡ് ഐസ്, അപ്പോ അയാളുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പേടി വ്യക്തമായിരുന്നു. അങ്ങനെയുള്ള ഒരാളടുത്ത് ഇങ്ങനെ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ ആ വെരി വെൽ, ഓക്കെ, അത് കുഴപ്പമില്ല ഉസ്താദ് ജി എന്ന് പറഞ്ഞു. അടുത്ത. If he doesn't come, I shall go to him myself. ഇഫ് ഹി ഡസൻറ്റ് കം, അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ, ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്, അതായത് ഞാൻ സ്വയമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം. അടുത്ത. Will you take me to him? വിൽ യു ടേക്ക് മീ ടു ഹിം, അതായത് എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അടുത്ത വേറൊരാൾ വായിച്ചേ. ആരെ? ഇതൊക്കെ നിങ്ങൾക്ക് സ്വയമായിട്ട് തരുന്ന ഓപ്പർച്യൂണിറ്റി, ഇഷ്ടമുള്ളവർ എടുക്കണം, അതാണ് അതിന്റെ ഒരു കഥ. ഓക്കെ, ആര് വായിക്കുന്നു? ഹാ, ഓക്കെ, എസ് പി വായിച്ചോ. എസ് പി ഇപ്പൊ മുങ്ങും. ഓക്കെ, വായിച്ചോ, സമയമില്ല, നീ വായിച്ചോ. Yes, sir. Proved you do not come as the emperors of Hindustan. യെസ് സയർ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞത് ആ കിങ്ങിനെ റെസ്പെക്ട് ആയിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ യെസ് സയർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പോ അദ്ദേഹം പറയുകയാണ്, അർത്ഥം വേണ്ടേ, അർത്ഥം വേണ്ടേ? ഓക്കെ, പിന്നെ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ പറയാണ് ഇത്, അപ്പോ ഇദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകാം, പക്ഷേ എന്ത് ചെയ്യണം, ഇത് ഈ ചക്രവർത്തി
ചക്രവർത്തിയായിട്ട് വരരുത്. അപ്പോ പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാന്റെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് വരരുത്, ഒരു മ്യൂസിക് പ്രേമിയായിട്ട്, ഐ ഷാൾ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു ചക്രവർത്തിയായിട്ട് പോവരുത് എന്ന് നമ്മുടെ ടാൻസൻ സജഷൻ കൊടുത്തു. അപ്പൊ പറഞ്ഞു ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. അപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ലവറായിട്ട്, ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ പോകാം എന്ന് പറയാം. അടുത്ത And Haridas was the man Tennyson had spoken of. ഓക്കെ, സെയിന്റ് ഹരിദാസ്, അതായത് ഇത് ഒരു സന്യാസിയായ ഹരിദാസിനെ കുറിച്ചായിരുന്നു നമ്മുടെ ടാൻസൻ പറഞ്ഞിരുന്നത്. He had been Tenson's music teacher and he lived the austere life of a hermit. ഓക്കെ, അതായത് ഹരിദാസ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻസന്റെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. ആൻഡ് ഹി ലീവ്ഡ് ദ ഔസ്റ്റെയർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഹരിദാസ് എന്ന് പറയുന്നത്. അപ്പോ സന്യാസ തുല്യമായ ജീവിതം, ഒരു സന്യാസം എന്നല്ല, ഒരു സന്യാസ തുല്യമായ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. അടുത്തത്, when Tennyson and the emperor reached his hunt, he was busy with the daily chores. അതായത് when Tennyson and the emperor reached his, അപ്പൊ അങ്ങനെ അവര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കുടിലെത്തി, അതായത് വീട്ടിലെത്തി, his hut, reached his hut. സംശയം, ഈ ഹെർമിറ്റ് എന്ന് വെച്ചാൽ എന്തിനാണ് സാർ? ഹെർമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സന്യാസ ജീവിതം നയിക്കത്തില്ലേ, അവരെ ആ ഒരു ഇത് പറയുന്നതാ. ഓക്കെ, സമാധാനപ്പെടെ. ഇത് ഓക്കെ, ടാൻസൻ ആൻഡ് ദി എംപറർ റീച്ച്ഡ് ഹിസ് ഹട്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ ഹി വാസ് ബിസി വിത്ത് ഹിസ് ഡെയിലി ചോർസ്. അതായത് ചോർസ് എന്ന് പറയുമ്പോൾ ദിനചര്യയില് അദ്ദേഹം മുഴുകിയിരിക്കുകയായിരുന്നു. ആര്? നമ്മുടെ സാൻ ഹരിദാസ്. ഓക്കെ, അടുത്ത, when they asked him to sing, he smiled but said familiarly, I am longly past the age of singing. ഓക്കെ, അപ്പോ ഇവര് പോയോണ്ട് ഇവരെന്ത് ചെയ്തു? അവരോട് ഇത് പാടാനായിട്ട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിനോട് പാടാനായിട്ട് ആവശ്യപ്പെട്ടു, നമ്മുടെ ടാൻസനും രാജാവും. പക്ഷേ ഹി സ്മൈൽഡ് ബട്ട് സെഡ് ഫേംലി, അതായത് നല്ല ദൃഢനിശ്ചയത്തോടെ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പറയാണ്, ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്, എനിക്ക് പാട്ട് പാടേണ്ട ആ ഒരു പ്രായമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇത് എനിക്ക് പാട്ട് പാടേണ്ട ഒരു പ്രായമല്ല, അത്രയും വയസ്സായിരിക്കുന്നു. I am when his favorite pupil could not persuade him to change his mind. Persuade, അതായത് ഇപ്പൊ ഈവൻ ഫേവറേറ്റ് പ്യൂപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്യന്മാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ്, ഫേവറേറ്റ് സ്റ്റുഡൻസിന് പോലും പീപ്പിൾ എന്നുകൊണ്ട് പ്യൂപ്പിൾ എന്നുണ്ട്. പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എന്ന അർത്ഥം. അപ്പോ പീപ്പിൾ കുഡ് നോട്ട് പെർസ്വേഡ് ഹിം, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഢനിശ്ചയത്തെ മാറ്റുവാനായിട്ട് ഇത് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം, അത് മനസ്സ് മാറ്റുക, അതാണ് പെർസ്വേഡ്. ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. ഇത് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ, ഇതേപോലെ പാടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തത്, but Tennyson knew how to get around him. ഓക്കെ, അപ്പോ ഗെറ്റ് റൗണ്ട് ഹിം, അതായത് അപ്പോ ഇവിടെ പറയുന്ന എങ്ങനെ അനുനയിപ്പിക്കണം എന്ന്, ഗെറ്റ് റൗണ്ട് ഹിം അതൊരു ഫ്രേസ് ആയിട്ട് എടുക്കാം. ബട്ട് ടാൻസൻ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം, അദ്ദേഹത്തെ എങ്ങനെ അനുനയിപ്പിച്ചെടുക്കണമെന്ന് നമ്മുടെ ടാൻസന് അറിയാമായിരുന്നു. He offered to sing before his guru. Okay. He offered to sing before his guru. അതായത് ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൂടാ. ഞാൻ പറയുന്നത് കേൾക്കാവോ വൈഷ്ണവി? ഇന്നലത്തെ ഒരു കാറ്റ് പോലെ തോന്നില്ല, അതേപോലെ. എനിക്ക് കേട്ടുകൂടാ, സാറ് പറയാൻ സ്റ്റക്ക് ആയിരിക്കുന്നു. സൗണ്ട് കേൾക്കണം.
അപ്പോ നമ്മളോട് പറഞ്ഞത് ബട്ട് ടാൻസൻ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. അപ്പോ ഇദ്ദേഹത്തെ എങ്ങനെ അനുനയിപ്പിക്കണമെന്നുള്ള കാര്യം ടാൻസന് അറിയാമായിരുന്നു. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ടാൻസൻ പറഞ്ഞു, ഞാന് ഗുരുവിന്റെ മുമ്പിൽ പാടാൻ ആഗ്രഹിക്കുന്നു, ഞാന് പാട്ട് പാടാമെന്ന്. ആൻഡ് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. അപ്പോ ഇത് ഡെലിബറേറ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു വളരെ നന്നായിട്ട് ഒരു തെറ്റ് അങ്ങനെ പാടി. നമ്മുടെ പുള്ളിക്കാരൻ ടാൻസൻ എന്ത് ചെയ്തു, ഒരു തെറ്റ്, ഡെലിബറേറ്റ് മിസ്റ്റേക്ക് വളരെ വ്യക്തമായ ഒരു തെറ്റ് അവിടെ പാടി. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട് ടാൻസൻ. അപ്പോ ആ ടീച്ചർ, അതായത് നമ്മുടെ ടീച്ചറിന്റെ പേരെന്താ, ഹരിദാസ്. അപ്പോ ഹരിദാസ്, നമ്മുടെ സാൻ ഹരിദാസ് പറയാണ്, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട്. അവിടെ ഈ നോട്ട് അല്ല വരേണ്ടത് ഹരിദാസ്. ടാൻസൻ ക്രൈഡ് ഹിസ് ടീച്ചർ. അദ്ദേഹം പറഞ്ഞു, അമേസ്ഡ്. വാട്ട് ഹാസ് ഹാപ്പൻ ടു യു. അപ്പോ പറയാണ്, ഇത് നിനക്ക് എന്ത് പറ്റി, ഇത് കറക്റ്റ് നോട്ടല്ല നീ പാടുന്നത്, നിനക്ക് എന്ത് പറ്റി അന്ന് നമ്മുടെ ഗുരു ചോദിക്കുകയാണ്. ടാൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ ആൻഡ് ഹി മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. അപ്പൊ ടാൻസൻ എന്ത് ചെയ്തു, ടാൻസൻ അറിയായിരുന്നു ഇത് തെറ്റാണെന്നുള്ള കാര്യം, പക്ഷെ ഒന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചിട്ട് സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞത് മനസ്സിലായില്ല എന്ന ഭാവത്തോടുകൂടെ and he made the same mistake again. അപ്പോ ആ ഒരു സെയിം മിസ്റ്റേക്ക് ടാൻസൻ വീണ്ടും ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് mistake again. Exasperated, San Haridas took the tambura from Tansen's hand and sang the right note. Exasperated, അതായത് ഇങ്ങനെ ചോദിച്ചും കൊണ്ട് അദ്ദേഹം എക്സാസ്പറേറ്റർ എന്ന് പറയുന്നത് നല്ല ദേഷ്യത്തില്, ഇപ്പൊ തന്റെ ശിഷ്യൻ ഇങ്ങനെ തെറ്റ് പാടിയത് കണ്ടപ്പോഴും നന്നായിട്ട് പഠിച്ച ഒരു പയ്യനായിരുന്നു, എന്നിട്ട് ഇപ്പൊ തെറ്റ് പാടുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു. എക്സാസ്പറേറ്റഡ്, നല്ല ക്ഷുഭിതനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു ഇതെടുത്തു, നമ്മുടെ തമ്പുര, ഹരിദാസിന്റെ തമ്പുര ഇങ്ങെടുത്തു, ആൻഡ് സാങ് ദ റൈറ്റ് നോട്ട്. അദ്ദേഹം ആ ഒരു കറക്റ്റ് നോട്ട് അങ്ങേര് പാടി. ദെൻ he went on to the next and the next. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഈ നോട്ട് ഇങ്ങനെ പാടി മുന്നോട്ട് പോയി, കുറെ പാടി. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. അപ്പോ എന്ത് ചെയ്തു, അപ്പോ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോ ഇദ്ദേഹം പാടിയപ്പോൾ the melody of his voice, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഭയങ്കര മാധുര്യമായ ആ ഒരു വോയിസ് ഈ ഒരു ഫോറസ്റ്റിലെങ്ങും, അതായത് ഈ ഒരു ആ ഒരു കാട്ടിലെങ്ങും എത്തി. അതും പ്രഭാതത്തിലെ ഡൗൺ, അതായത് പ്രഭാതത്തിലെ ഗ്ലിമ്മർ, അതായത് ആദ്യത്തെ സൂര്യകിരണം പോലെയും, ആൻഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ, നമ്മുടെ മുല്ലപ്പൂവ് എങ്ങനെയാണോ മണം പരത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സുഗന്ധം പരത്തുന്നത്, അപ്പൊ ആ സുഗന്ധം പോലെയും അവർക്ക് തോന്നി. ബോത്ത് അക്ബർ ആൻഡ് ടാൻസൻ listened to him as if they were hypnotized, and the emperor realized that ടാൻസൻ had spoken the truth. അപ്പോ അവര് ഇത് കേട്ടോണ്ടിരുന്ന അവരുണ്ടല്ലോ, ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ അവര് എല്ലാത്തിലൊന്നും മതിമറന്ന് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതെന്താ പറയുന്ന ആ ഒരു നമ്മൾ അത്രയും ലയിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ അത്രയും ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ അത്രയും ലയിച്ച് ബാക്കിയൊന്നും ഓർമ്മയില്ല, ഈ പാട്ടിൽ മാത്രം ലയിച്ച് അങ്ങനെ എഴുതുന്നു. ആൻഡ് ദ എംപറർ റിയലൈസ് ദാറ്റ്, അദ്ദേഹം മനസ്സിലാക്കി, എംപറർ മനസ്സിലാക്കി, ടാൻസൻ ഹാഡ് സ്പോക്കൺ ദ ട്രൂത്ത്, ടാൻസൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഹി ഹാഡ് നോട്ട് നോൺ ദാറ്റ് മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. അപ്പോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ മ്യൂസിക്കിന്റെ ആ ഒരു ശക്തിയും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മാധുര്യമായിട്ട് ആണ് അദ്ദേഹം പാടിയത്, ആ ഗുരു പാടിയത്. He had certainly never heard anything like it before. അപ്പോ അദ്ദേഹം പാടിയതുപോലെ ഇതുവരെ, അതായത് നമ്മുടെ പുള്ളിക്കാരൻ, നമ്മുടെ ഗുരു പാടിയതുപോലെ പാടി കേട്ടതുപോലെ ഇതുവരെ നമ്മുടെ രാജാവ് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്കും മതിമറന്ന് ഇരിക്കുകയായിരുന്നു.
As they walked back, the emperor suddenly broke the silence to ask Tansen, "Why can't you sing like him, Ustadji?" അപ്പോ ഇത് പാട്ടൊക്കെ കേട്ടു, അവരെന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ തിരിച്ചു പോയപ്പോ ആസ് ദേ വാക്ക് ബാക്ക്, തിരിച്ചു നടന്നപ്പോൾ the emperor suddenly broke the silence to ask Tansen. അപ്പോ ആ ഒരു സൈലൻസ്, അതായത് അവർ ആ ഒരു പാട്ടിന്റെ ആ ഒരു മുഴക്കത്തില്, ആ ഒരു ലേനത്തില് അവരെല്ലാം മതിമറന്ന് ഇങ്ങനെ പോവുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുക, പെട്ടെന്ന് ആ ഒരു സൈലൻസ് വെടിഞ്ഞ് നമ്മുടെ രാജാവ് ചോദിക്കുക, "വൈ കാണ്ട് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ്ജി?" എന്തുകൊണ്ടാ താങ്കൾക്ക് താങ്കളുടെ ഗുരുവിനെ പോലെ പാടാൻ പറ്റാത്തത്? ടാൻസൻ സ്മൈൽഡ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഷഹൻഷാ, ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്." ഞാൻ പാടുന്നത് താങ്കളുടെ ഓർഡറിലാണ്, അല്ലെങ്കിൽ താങ്കൾ പറയുമ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ പാടുന്നത്. ദ കമാൻഡ് ഓഫ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. അതായത് അദ്ദേഹം ആ ഒരു ഈ രാജാവിന്റെ സ്വരത്തിൽ അത് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു സ്വരത്തിലാണ് പാടുന്നത്. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹൂ ഇസ് ദ കിങ് ഓഫ് കിങ്സ്. അപ്പോ രാജാവിന്റെ രാജാക്കർക്ക്, അതായത് ഈ പാട്ടിന്റെ രാജാവ്, അപ്പോ പാട്ട് എങ്ങനെയാണോ പാടേണ്ടത് ആ ഒരു രീതിയിലാണ് രാജാവ് പാടുന്നത്, നമ്മുടെ ഗുരുജി പാടുന്നത്, അല്ലാതെ ഒരു ഓർഡറിന്റെ പുറത്ത് അല്ല. ഓക്കെ, അപ്പോ ആ ഒരു സ്വയമേ പാടുന്നതും, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞിങ്ങനെ പാടിച്ച് ഇങ്ങനെ ഒരു ഓർഡർ, നീ ഇപ്പൊ പാടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കഴിഞ്ഞാല് അതിന് ഒരു ഇതായിരിക്കും. അല്ലാതെ സ്വയമേ നമ്മൾ പാടിക്കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പാടാൻ വേണ്ടിട്ട് ആ പാട്ടിന്റെ ആരോ അമൃതയുടെ അമൃതയുടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ. ഓക്കെ, അപ്പോ അങ്ങനെ പാടുന്ന രണ്ടും തമ്മില് വ്യത്യാസമുണ്ട്. കിങ് ഓഫ് കിങ്സ്, അതായത് രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്, അതായത് അത്രയും ആ ഒരു പവർഫുൾ ആയിട്ടാണ് പാടുന്നത്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അപ്പോ ആ മ്യൂസിക് വരുന്ന സ്പ്രിങ്സ്, പൊട്ടിമുളയ്ക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ, അതായത് അന്തരാത്മാവിൽ നിന്ന്, അതായത് ആ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നതാണ് ഈ മ്യൂസിക്. ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ, അതും ഫ്രീ ആയിട്ട്, നമ്മളൊന്നും ചോദിക്കാതെ തന്നെ അത് ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ഇപ്പൊ രാജാവ് എന്നുള്ള ഇതിലല്ല അവര് പോയത്, രാജാവ് എന്നുള്ള ആ ഒരു ഇതിലല്ല, അല്ലാതെ തന്നെയാണ് നമ്മുടെ ഗുരു അവർക്ക് വേണ്ടി പാടിക്കൊടുത്തത്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? അപ്പോ ഞാൻ ഇതേപോലെ ഒരു ഓർഡറിന്റെ പുറത്താ പാടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ മ്യൂസിക് എങ്ങനെയാണ് അത്രയും നല്ലതാവുക എന്ന്? അപ്പൊ ആ ഒരു ഹൈറ്റിലെത്തുക, അത്രയും മാധുര്യമുള്ളത് ആവുന്നത് എങ്ങനെ എന്നാണ് നമ്മുടെ ടാൻസൻ രാജാവിനോട് ചോദിച്ച് നടത്തുന്നത്. ഇതാണ് കഥ. മനസ്സിലായോ? മനസ്സിലായി സർ. ഒരു സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായില്ല. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹു ഈസ് ദ കിങ് ഓഫ് കിങ്സ്, അത് മനസ്സിലായില്ല. അതായത് രാജാക്കന്മാരുടെ രാജാക്കൻ, അതായത് അവിടുത്തെ ആ ഒരു ഫോം അവർ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, അത്രയും ആ ഒരു സുപ്രീം ലെവലിലാണ് അദ്ദേഹം പാടുന്നത്. കിങ് ഓഫ് കിങ്സ്, അതായത് രാജാക്കന്മാരുടെ രാജാക്കർ ആയിട്ടാണ് പാടുന്നത്. അപ്പോ ഇത് എന്താ പറയുന്നത്, അത്രയും ഒരു സുപ്രമസിയെ അവിടെ പറയുന്നത്, അതായത് അത്രയും ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രാധാന്യം, അത് ഏതൊരു സാഹചര്യത്തില് എങ്ങനെ പാടുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പോഴവരെ കാണാൻ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1. Pick out the expression that shows that the musician was exhausted but not the effect of the music. അപ്പോ ഈ മ്യൂസിക്കിന്റെ എഫക്റ്റിൽ അല്ലാതെ ഇത് ഈ നമ്മുടെ മ്യൂസീഷ്യൻ എക്സോസ്റ്റ് ചെയ്ത്, അതായത് ഒരു ക്ഷീണിതനായതുപോലെ തോന്നിയത് എപ്പോൾ? ആ ഒരു എക്സ്പ്രഷൻ അതിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്താ? ഇത് ഏതാണ് എക്സ്പ്രഷൻ?
അതായത് അദ്ദേഹം ക്ഷീണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്കിന് വേറെ കുഴപ്പമൊന്നും ഇല്ല, അല്ലെങ്കിൽ മ്യൂസിക്കിന് ആ ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഏത് പറയാൻ പറ്റും? അതായത് അദ്ദേഹം ക്ഷീണിച്ചിരുന്നു, അദ്ദേഹം ക്ഷീണിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ മ്യൂസിക് ക്ഷീണിച്ചിരുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന സെന്റൻസ് ഇതിലേതാ? Sir, the exquisite strains thereby still vibrate within the hall for you. The exquisite strains of Rag Darbari still vibrate within the hall. അതാണ് കറക്റ്റ് ആണ്. അതായത് ആ ഒരു മുഴക്കം, അദ്ദേഹം ക്ഷീണിച്ചിരുന്നുവെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഗീതം ക്ഷീണിച്ചിരുന്നില്ല എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ. I listen to you every day, but I can't seem to have enough. What does the emperor mean by this? അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങളുടെ മ്യൂസിക് കേൾക്കുന്നുണ്ട്, പക്ഷേ ഐ കാൺ സീം ടു ഹാവ് ഇനഫ്. അപ്പൊ എനിക്കിത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, ദ എക്സ്ക്വിസിറ്റ് സ്ട്രെയിൻസ് ഓഫ് രാഗ് ദർബാരി സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദ ഹോൾ. ഇതാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഇപ്പൊ പറഞ്ഞു പോവയാ, അപ്പൊ നോട്ട് വേണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് ആൻസർ. അപ്പൊ അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം, ഞാൻ താങ്കളെ എന്നും താങ്കളുടെ സോങ് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടുവോളം ആകുന്നു എന്ന് തോന്നുന്നില്ല. അതായത് എനിക്കിത് അത്രയും എന്താ പറയുന്ന അത്രയും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ആ ഒരു തോന്നലാണ്. വാട്ട് ഡസ് ദ എംപറർ മീൻ ബൈ ദിസ്? ഇതുകൊണ്ട് രാജാവ് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തായിരിക്കും രാജാവ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്? സിയാൻ ഇത് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, രശ്മി പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും രാജാവ് ഇങ്ങനെ പറഞ്ഞത്? വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബിക്കോസ് രാജാവിന് he liked his music, like Tanson's music, and he is admired with his music, so he wanted to listen his music again and again. That's the answer. Okay, അടുത്ത question. What quality of Tanson is revealed when he says there is someone who sings far better than I do? ഇവിടെ ടാൻസൺ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു സത്യമാണ് പറയുന്നത്. ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹം എന്നെക്കാളും നന്നായിട്ട് പാടും. സോ അതുകൊണ്ട് ആ കാര്യം പറയുന്നതിലൂടെ ടാൻസന്റെ ഏത് ക്വാളിറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് ക്വാളിറ്റിയാണ്? എന്ത് ക്വാളിറ്റി ആയിരിക്കും അങ്ങനെ ഇത് പറയുന്നതിലൂടെ കാണാൻ പറ്റുന്നത്? വൈഷ്ണവി? ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. എല്ലാരും വീഡിയോ. സ്വാതി എവിടെ പോയി? സ്വാതി വീഡിയോ ഓൺ ചെയ്തേ. സാർ കഴിച്ചോണ്ടിരിക്കുന്നു സാർ. ആഹാ, അതെ, നേരത്തെ കഴിക്കണ്ടേ? കണ്ണ് വയ്യാത്തോണ്ട് ഫോൺ അടച്ചു വെച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്നു. ഓക്കെ, എന്നാലും നിങ്ങളെ കണ്ടാലേ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ. കഴിച്ചിട്ട് വേഗം വീഡിയോ ആണ് ആക്കണേ. ഇത് അമൃത ഓക്കെ, എന്ത് ക്വാളിറ്റി ആയിരിക്കും ടാൻസന്റെ എന്ത് ക്വാളിറ്റി ആയിരിക്കും ഇവിടെ പറയുന്നത്? അൺമ്യൂട്ട്. ടാൻസന്റെ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്? ഇവിടെ ടാൻസൺ പറയും there is someone who sings far better than I do. ഞാൻ പാടുന്നതിൽ നന്നായിട്ട് വേറൊരാള് പാടും എന്നിവിടെ പറയുന്നതിലൂടെ
ക്യാൻസറിന്റെ ഏത് ക്വാളിറ്റിയാണ് അത് ഇവിടെ വ്യക്തമാക്കുന്നത്? ഏത് ക്വാളിറ്റിയാണ്? എന്ത് ക്വാളിറ്റിയാ? അമൃത പോയോ? അരുൺ, എന്ത് ക്വാളിറ്റിയാ? Transcends humanity and his great impress about. Transcends humanity. Humanity എന്നാൽ അദ്ദേഹത്തിന്റെ താഴ്മയുള്ള ആ ഒരു സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇത് ലേബറിന്റെ ഉള്ളതാണോ? എന്താ അമൃത വന്നത് ലേബറിന്റെ ഉള്ളതാണോ? ലേബറിന്റെ ഉണ്ടോ? അമൃത എവിടെന്നാ പറഞ്ഞേ? സാറൊന്നും കേട്ടില്ല. ഓക്കെ, ഞാൻ ആൻസേഴ്സ് അയക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതത്തില്ല. ക്വസ്റ്റ്യനും കൂടെ എഴുതാൻ വയ്യാത്തോണ്ട് ഇത് നമ്പർ ഇട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഞാൻ ആൻസർ അയച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. I am question number 4. I am afraid he will not come, sir. Sir, what impression do you get about the man from this command? അപ്പോൾ ഈ ഒരു കമന്റിലൂടെ അപ്പോൾ ഈ ഒരു ഇതിലൂടെ അപ്പോൾ ഈ ഒരു സെന്റൻസിലൂടെ എന്താണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് തോന്നുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ്? ഇപ്പോ നമ്മുടെ ടെൻസൻ പറഞ്ഞു ഐ എം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. അപ്പോ അദ്ദേഹം വരത്തില്ല എന്ന് പറയുമ്പോ അത് എന്തായിരിക്കും അവിടത്തെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക? സംശയം. എന്താടാ ഈയോ? ആർക്കാ? സിയാനോ? എനിക്ക് സാർ. കുഴപ്പമില്ല. എന്നാലും എടാ ഒരു കാര്യം ചെയ്യും, സിയാൻ തൽക്കാലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ, എന്നിട്ട് ഓഡിയോ എങ്ങനെ കേൾക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ആക്കി തന്നെ വെച്ചിരിക്കുക. ഓക്കെ, അത് എന്താണ് അപ്പൊ പറഞ്ഞത് ശരിയാണ്. ആ ഒരു സംശയം, അദ്ദേഹം വരുമോ എന്നുള്ള ഒരു സംശയം. പക്ഷെ നമുക്ക് ഈ ഒരു അഫ്രൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേം യൂസ് ചെയ്യുന്ന കൂടുതലും കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇത്, ലൈക്ക് ഐ എം അഫ്രൈഡ് വിൽ ഐ ഏബിൾ ടു ഫിനിഷ് ദിസ് വർക്ക്, എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സംശയത്തിന്റെ ഒരു എക്സ്ട്രീം ലെവൽ. ഓക്കെ, സോ ഹി ഡൗട്ട് അബൌട്ട് ഹിസ് വിൽ ഹി കം ഓർ നോട്ട്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഹി വോണ്ട് കം, അദ്ദേഹം വരത്തില്ല എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. ഓക്കെ, ഫൈൻ. അപ്പൊ വീഡിയോ ഓൺ ആക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4B. If you were the emperor, how would you react to the comment? അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് പറയുമ്പോൾ നിങ്ങളായിരുന്നു രാജാവെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുമായിരുന്നു പെട്ടെന്ന്? എനിക്കാണെങ്കിൽ പെട്ടെന്ന് വിഷമം തോന്നും. ഓക്കെ, വേറെ എന്തുകൊണ്ടായിരിക്കും? ഒരു വിഷമവും തോന്നും, ഒരു ദേഷ്യവും തോന്നും. ഓക്കെ. അപ്പോ അതെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് അത് ആ രീതിയിൽ എഴുതാം. ഇഷ്ടമുള്ള ആൻസർ അവിടെ എഴുതാം ആ ക്വസ്റ്റ്യൻ. കാര്യം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കുമല്ലോ. നമ്മള് അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയത് അപ്പൊ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് വാസ് അക്ബർസ് റിയാക്ഷൻ ടു ഇറ്റ്? അപ്പൊ അക്ബറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ? വെരി വെൽ ഉസ്താദ് ജി എന്ന് പറഞ്ഞു. Okay, did he get angry?
No. ഓക്കെ, Yes. നമുക്കപ്പോ എഴുതാൻ പറ്റും. ഹി റിയലൈസ് ദ വാല്യൂ ഓഫ് മ്യൂസിക് ആൻഡ് സാർ അപ്പൊ നോട്ട് തരൂലേ നമ്മൾ എഴുതാനത്? നോട്ട് തരാൻ പേടിക്കണ്ട. ഓക്കെ, അപ്പോ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഹി വാല്യൂഡ് ദാറ്റ് മ്യൂസീഷ്യൻ, ബിക്കോസ് അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ഈ ഒരു മ്യൂസീഷ്യന്റെ ആ ഒരു വാല്യൂ അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഹി വാല്യൂഡ് ദാറ്റ് മ്യൂസീഷ്യൻ ആൻഡ് ഹി ഡസന്റ് വാണ്ട് ടു ഡിസ്റ്റർബ് ഹിം. അപ്പൊ അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ട, ഇങ്ങനെ തന്നെ പോയി കണ്ടോളാം, നമ്മുടെ രാജാവ് തന്നെ പോയി കണ്ടോളാം എന്നൊരു ഡിസിഷനിൽ എത്തി. അടുത്ത, വൈ ഡിഡ് ടാൻസൻ ആസ്ക് അക്ബർ ടു കം ആസ് എൻ ഓർഡിനറി മാൻ? എന്തുകൊണ്ടാണ് ടാൻസൻ രാജാവിന്റെ അടുത്ത് ഒരു സാധാരണ മനുഷ്യനായിട്ട് വരാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? ഉസ്താദ്ജി കണ്ട അല്ല സാറ് കണ്ട ഇത് എംബർ ഓർഡർ ചെയ്യുമ്പോഴ് അയാൾ അത് കേൾക്കൂല. അതുകൊണ്ട് എംപറർ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു റിയൽ മ്യൂസിക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഷുഡ് നോട്ട് കം ഫ്രം ദ ഓർഡർ ഓർ ഇറ്റ് ഷുഡ് നോട്ട് കം ഫ്രം എ കമാൻഡ്. സോ ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട് ആൻഡ് ഡെപ്ത് ഓഫ് ഹിസ് സോൾ, ഫ്രം ഹിസ് ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെന്ന് വരണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുന്നത്, നമ്മൾ പേടിയോടെ പാടരുത്, അല്ലെങ്കിൽ ഇതൊരു ഓർഡറിന്റെ പുറത്ത് പാടരുത്, നമുക്ക് സ്വയമായിട്ട് പാടണം. എന്നാൽ മാത്രമേ അതിന് അതിൻ്റെതായ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് റൈറ്റ്. അടുത്തത്, why was the Guru amazed when Tansen committed a mistake? എന്തുകൊണ്ടാണ് ഗുരു ഇത് പെട്ടെന്ന് അതിശയിച്ചു പോയത് ടാൻസൻ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോൾ? എന്തുകൊണ്ടായിരിക്കും? ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. വേറെ? ഇത്ര ദിവസം നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പൊ നന്നായിട്ട് പാടുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ തെറ്റ് വരുന്നു, അത് മാത്രമല്ല, അതായത് ഇത്രയും നാൾ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ബിക്കോസ് ഹീസ് എ ഗുഡ് മ്യൂസീഷ്യൻ ആൻഡ് ടാൻസൻ ഇസ് എ ഗുഡ് മ്യൂസീഷ്യൻ ആൻഡ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ഹി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് സാൻ ഹരിദാസ്. അപ്പൊ ഹരിദാസിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോ ശിഷ്യൻ തെറ്റ് വരുത്തുന്ന കാണുമ്പോ ആ ടീച്ചറിന് സഹിക്കാവോ, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടോ? അപ്പൊ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അതിശയിച്ചു പോയത്. ഞാൻ നിന്നെ നേരെ പഠിപ്പിച്ചിട്ട് നീ പഠിച്ചില്ലല്ലോ എന്ന്. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാം പേപ്പർ കാണുമ്പോൾ എനിക്കും തോന്നുന്നത്, ഞാൻ നേരെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എഴുതിയില്ലല്ലോ എന്ന്. ഓക്കെ, അത് അത്രയുള്ളൂ. അടുത്ത്, why did Tansen make a mistake? എന്തിനാണ് ടാൻസൻ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? ഗുരുവിനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഗുരുവിനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി. He wanted first time he rejected, the Guru rejected his offer to sing the song, but they wanted to hear from his Guru. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന് അറിയായിരുന്നു ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം, അതായത് നമ്മുടെ ഗുരുവിനെ കൊണ്ട് എങ്ങനെ പാടിക്കണമെന്ന് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ പാടിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊരു ട്രിക്ക് ആയിരുന്നു. ഇറ്റ് വാസ് എ ട്രിക്ക് ടു മേക്ക് ഹിസ് ഗുരു സിംഗ്. അപ്പൊ ഗുരുവിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടി. അടുത്ത, വാട്ട് എഫക്ട് ഡിഡ് ദ സോങ് ഓഫ് സെയിന്റ് ഹരിദാസ് ഹാവ് ഓൺ നേച്ചർ? അപ്പൊ ഫസ്റ്റ്, അപ്പോ അദ്ദേഹം പാടിയല്ലോ. അപ്പൊ പാടിയപ്പോഴേ ആ ഒരു നേച്ചറിൽ എന്ത് വ്യത്യാസം ഉണ്ടായത്? The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഡൗൺ എന്നാണ്, ഡോൺ എന്നല്ല, ഡൗൺ, DAWN, ഡൗൺ. ഓക്കെ, അപ്പൊ അതായത് ഈ രാവിലെയുള്ള ആ ഒരു രാവിലെയുള്ള സൂര്യകിരണം, അല്ലെങ്കിൽ സൂര്യനല്ല, ആ ഒരു രാവിലത്തെ ആ ഒരു സമയത്തിന് പറയുന്നതാ ഡസ്ക്, ഡൗൺ എന്താ പറയുന്ന ആ ഒരു സമയത്തിന്, ഈ മോർണിംഗ്, ഏർലി മോർണിംഗില് പറയുന്ന ആ ഒരു പേര്. രാവിലെ ആ, അതെ.
അപ്പൊ അതായത് ആദ്യത്തെ സൂര്യകിരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഈ രാവിലത്തെ ആ ഒരു സൂര്യനിൽ എന്നുള്ള വെളിച്ചം എന്ന് പറയുന്ന ഒരു നല്ലൊരു കുളിർമയുള്ള ഒരു ചൂടായിരിക്കും. അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇപ്പൊ സൺറൈസ്, നിങ്ങൾ എത്ര പേര് സൺറൈസ് കണ്ടിട്ടുണ്ട് ഒരു പ്രോപ്പർ ആയിട്ട്? ഞാൻ രാവിലെ കണ്ടിട്ടുണ്ട് സാർ. ഞാൻ കണ്ടിട്ടുണ്ട്. ഷെയർ സ്ക്രീൻ. ഓക്കെ, അപ്പോ ആ ഒരു നാച്ചുറിന് ഈ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ അടുത്ത് ഓൺ ടാൻസൺ. അപ്പൊ അക്ബറിനും ടാൻസനും എന്ത് ഡിഫറൻസ് ആ ഉണ്ടാക്കിയത്? അല്ല ആ ഒരു പാട്ട് കേട്ടപ്പോ എന്ത് എഫക്റ്റ് ആ ഉണ്ടാക്കിയത്? ഒരു മനം മയക്കുന്ന ഒരു ഹിപ്നോട്ടൈസ്ഡ് ഫീലിംഗ് ഉണ്ടായി. അടുത്ത് why couldn't Tansen reach the heights of his guru's music? എന്തുകൊണ്ടാണ് ഗുരുവിന്റെ അത്രയും ആ ഒരു ഇതിലെ ടാൻസന് എത്താൻ പറ്റാത്തത്? എന്തുകൊണ്ടാ? എംബറർ കമാൻഡ് ചെയ്യുമ്പോഴാണ് ടാൻസൺ പാടുന്നത്, അല്ലാതെ മനസ്സുകൊണ്ടല്ല പാടുന്നത്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, മനസ്സുകൊണ്ടല്ല പാടുന്നത്, അതുകൊണ്ടായിരിക്കും. അടുത്തത് ഐഡന്റിഫൈ എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് ഷോസ് ടാൻസൺസ് റെസ്പെക്ട് ടു ഗുരു. അപ്പൊ ഇതില് ഒരു എക്സ്പ്രഷൻ പറഞ്ഞ എന്തായാലും ഇത് അദ്ദേഹം എന്നെ അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഏതാ ഇവിടെ? എന്തായിരിക്കും? ഗുരുവിനെ കുറിച്ച് ഇതില് ഗുരുവിനെ കുറിച്ച് പറയുന്ന ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും? ഗുരു വളരെ നല്ല വ്യക്തിയാണെന്ന് പറയത്തില്ലേ? അത് വേറെ ഗുരുവിനെ കുറിച്ച് പറയുന്നത്. There is someone who sings far better than I do. Exactly, above there is someone who sings far better than I do. നന്നായിട്ട് പാടുന്ന ഒരാള് ഉണ്ട് എന്ന് പറയുന്നതാണ് അവിടെ ഏറ്റവും ആ ഗുരുവിനെ കുറിച്ച് പറയുന്ന കാര്യം. അത്ര തന്നെയാണ് ഇതിലുള്ളത്. എന്തായാലും ഞാൻ ഇന്നെന്തായാലും അതുവരെ എടുക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കി ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. അതെന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം കേട്ടോ.